ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇച്ചിരിയെ പറ്റിച്ചുണ്ടാക്കുന്നൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒഴിക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ്. ഇനി വേണ്ടത് ഇതിലേക്കുള്ള വെജിറ്റബിൾസാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. സവാള, തക്കാളി, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് ഇത്രയും കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊക്കെ മഷ്റൂംസോ കോളിഫ്ലവറോ ബ്രൊക്കോളിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത്ര ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൈറ്റ് റൈസ്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ കുത്തരിച്ചോറോ ബസ്മതി റൈസോ എന്ത് റൈസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ റൈസ് നല്ലതുപോലെ ഈ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് മുട്ടയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് സോയാ സോസോ ടൊമാറ്റോ സോസോ ഒക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കുഞ്ഞിന് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയതുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പച്ചക്കറി കഴിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് അധികം പച്ചക്കറി വയറ്റിലേക്ക് ചെല്ലും നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും. നമ്മൾ ബസ്മതി റൈസാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടച്ചൊക്കെ വരും ഇതിൽ. സിമ്പിളുമാണ്, ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ സോസൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ കൂടും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.